ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്രോ എക്കണോമിക് പോളിസികളെ കുറിച്ചാണ്. അതായത് നമ്മൾ എക്കണോമിക്സ് പഠിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു മൈക്രോ എക്കണോമിക്കും മാക്രോ എക്കണോമിക് എന്ന് പറയുന്നത്. മൈക്രോ എക്കണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സും അതിൻ്റെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് മൈക്രോ എക്കണോമിക്കിൽ പറയുന്നത്. പക്ഷേ മാക്രോ എക്കണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിന് പുറത്തുള്ള കുറേ കാര്യങ്ങളാണ്. അത് നമ്മുടെ കൺട്രോളിലല്ല, അല്ലെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കാൻ ഒറ്റയ്ക്ക് പറ്റുന്നില്ല. കാരണം ബിസിനസ്സും അതിന് ചുറ്റും നിൽക്കുന്ന പുറത്തുള്ള ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതികളും ടാക്സേഷൻ പോളിസിയും ഗവൺമെൻറ് എടുക്കുന്ന നയങ്ങളും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പൊളിറ്റിക്കലായിട്ടും എക്കണോമിക്കലായിട്ടും ലീഗലായിട്ടും സോഷ്യലായിട്ടും ഒക്കെ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള മാക്രോ എക്കണോമിക്കിൽ വരുന്ന രണ്ട് പോളിസികളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തെ പോളിസി എന്ന് പറയുന്നത് ഫിസ്ക്കൽ പോളിസിയാണ്. എന്താണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ധനനയം, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ധനനയം. അപ്പോൾ മാക്രോ എക്കണോമിക് പോളിസിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് ഈ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരുപാട് വേരിയബിൾസ് ഉള്ളൊരു കാര്യമാണ് ഈ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് മാനേജർ എപ്പോഴും ഇതിനെക്കുറിച്ച് അറിവുള്ള ആളാവുകയും അവരുടെ ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും ഈ കാര്യങ്ങളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത പോയിന്റുകൾ നിർബന്ധമായിട്ട് പഠിക്കാം. ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫിസ്ക്കൽ പോളിസി, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫിസ്ക്കൽ പോളിസി? മീൻസ് ദ യൂസ് ഓഫ് ടാക്സേഷൻ ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ബൈ ദ ഗവൺമെൻറ് ഫോർ സ്റ്റെബിലൈസേഷൻ ഓർ ഗ്രോത്ത്. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ വളർച്ചയിലേക്ക് കൊണ്ടുപോകാനോ സ്ഥിരപ്പെടുത്താനോ വേണ്ടി ഗവൺമെൻറ് എടുക്കുന്ന പൊതുവായിട്ടുള്ള ചെലവുകളുടെയും അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ടാക്സുകളെയും കുറിച്ച് പറയുന്നതാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് സമ്പദ് വ്യവസ്ഥ നല്ല രീതിയിൽ വരണം. അപ്പോൾ അതിനെ വളർച്ചയിൽ എത്തിക്കാനും അല്ലെങ്കിൽ ഉള്ളതിനെ സ്ഥിരപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുക്കുന്ന കാര്യങ്ങളാണ് ഈ ധനനയത്തിലൂടെ. അതായത് ഗവൺമെൻറ് ഈടാക്കുന്ന ടാക്സ് ഇനങ്ങൾ, അതുപോലെ പൊതുവായിട്ടുള്ള ചെലവുകൾ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ധനനയം പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ആ രാജ്യത്തുള്ള ഗവൺമെൻറ് ആയിരിക്കും അത് പ്രിപ്പയർ ചെയ്യുന്നത്. അത് ഏതിലൂടെയൊക്കെ ടാക്സ് ആയിട്ടും എക്സ്പെൻഡിച്ചർ ആയിട്ടും ഫിനാൻഷ്യൽ ഓപ്പറേഷനുകളായിട്ടും ആയിരിക്കും ഗവൺമെൻറ് അതിൻ്റെ ദേശീയ ലക്ഷ്യങ്ങളെ നിറവേറ്റുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് എന്താണ്, ഏതൊക്കെ കാര്യങ്ങളൊരു അതെങ്കിലും ഓർത്ത് വയ്ക്കുക. ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പം ടാക്സേഷൻ ഉണ്ട്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് ഉണ്ട്. പബ്ലിക് ഡെറ്റ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ടാക്സേഷൻ. അതും അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി കൺസേൺ ചെയ്യുന്നത് ബഡ്ജറ്റ് റെസീറ്റ്സും എക്സ്പെൻഡിച്ചറും, അങ്ങനെയും പറയാം. ഗവൺമെൻറ്റിൻ്റെ പൊതുവായിട്ടുള്ള നികുതി വരുമാനങ്ങളും അവരുടെ ചെലവുകളും, ആ രണ്ടും കൂടി. അവരുടെ ചെലവ് പറഞ്ഞാൽ ഗവൺമെൻറ്റിനായിട്ടല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി എടുക്കുന്ന ചെലവുകളും. അപ്പോൾ ആ ഒരു റെസീറ്റും എക്സ്പെൻഡിച്ചറും തമ്മിൽ തന്നെ ഉള്ള കാര്യങ്ങളിൽ നിന്ന് കൃത്യമായി നമുക്കുള്ള വരുമാനവും അതുപോലെ അത് എങ്ങനെ പോകുന്നു എന്നുള്ളതും കൃത്യമായി അറിയാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഓരോ വർഷവും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ്, സാമ്പത്തിക ഇടപാടുകൾ, അതേപോലെ തന്നെ പൊതുവായിട്ടുള്ള ചെലവുകൾ, അതുപോലെ ടാക്സേഷൻ, ഇത് മൂന്നും വരുന്നത് തന്നെയാണ് ഫിസ്ക്കൽ പോളിസി. അതെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു ഫിസ്ക്കൽ പോളിസിക്ക് വേണ്ടതായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ബഡ്ജറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റോള് വഹിക്കുന്ന ഒരു ടൂൾ തന്നെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്റിലൂടെയാണ് ഒരു ഗവൺമെൻറ് എന്ത് നടപ്പാക്കുന്നത്? ധനനയം നടപ്പാക്കുന്നത്. കാരണം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ആ വർഷത്തെ എല്ലാ പോളിസികളുടെയും കൃത്യമായിട്ടുള്ള വിവരണമാണ് അതിലുണ്ടായിരിക്കുക. എത്രയൊക്കെ രൂപ എന്തിനൊക്കെ മാറ്റിവെച്ചു, എത്രയൊക്കെ രൂപ അവർ കടത്തിലേക്ക് കൊടുത്തു, എത്ര രൂപ അവർ ഇനി ഭാവിയിലത്തെ എക്സ്പാൻഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചിലവുകളുണ്ട്, അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഓരോ വർഷത്തെയും ബഡ്ജറ്റ് കേട്ടാൽ തന്നെ നമുക്ക് അത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ടൂള് ബഡ്ജറ്റാണ്. രണ്ട്, രാജ്യത്ത് ഈടാക്കുന്ന അല്ലെങ്കിൽ ചുമത്തുന്ന ടാക്സേഷനാണ്. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് പബ്ലിക് അതോറിറ്റീസിൻ്റെ കയ്യിൽ നിന്ന്. കാരണം നമുക്ക് ഓരോ ഗവൺമെൻറ് ഓഫീസുകളും പല തരത്തിലുള്ള നികുതികളും നമ്മുടെ നിന്ന് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു രാജ്യത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ടാക്സ് ആണ്. ആ ടാക്സിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്? സമയാസമയത്ത് കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് തന്നെയാണ് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവരെ യൂട്ടിലൈസ് ചെയ്യുന്നതും. അപ്പോൾ രണ്ട് തരത്തിലുള്ള ടാക്സുകൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒന്ന്
ആളുകളിൽ നിന്ന് ഡയറക്റ്റായിട്ട് പിരിക്കുന്ന ടാക്സും പിന്നെ ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ടാക്സ്. ഡയറക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുമല്ലോ, നമ്മളിപ്പം ഇൻകം ടാക്സ് ഓരോ വ്യക്തികളും അവനവൻ്റെ ഇൻകത്തിൻ്റെ മുകളിൽ കൊടുക്കുന്ന ടാക്സ് അത്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു, അവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ലല്ലോ കൊടുക്കുന്നത്, ആ വിലയിലൂടെയല്ലേ ആ ടാക്സും ഈടാക്കി പോകുന്നത്. അപ്പോൾ ആ ഒരു ഡിപ്രഷൻ റിസഷൻ ഒക്കെ വരുന്ന സമയത്ത് വല്ലാതെ സാമ്പത്തിക മാന്ദ്യം അനുഭവിക്കുന്ന ഒരു സമയത്ത് ഗവൺമെൻറ് എന്ത് ചെയ്യും, ഈ ടാക്സ് റേറ്റും കുറയ്ക്കും. എന്നാൽ മാത്രമാണ് ദെൻ ദർ വുഡ് ബി മോർ ഫണ്ട്സ് വിത്ത് ദ പീപ്പിൾ ഫോർ കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസസ്. എന്നാൽ മാത്രമാണ് ആളുകൾ കൂടുതലായിട്ട് കൺസംഷന് വേണ്ടിയിട്ട് ഫണ്ടുകൾ ഉപയോഗിക്കുകയും അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിലേക്കൊക്കെ വരുള്ളൂ. അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, സ്പെൻഡിങ് ആക്ടിവിറ്റീസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ പ്രധാനമായിട്ട് ഫിസ്ക്കൽ പോളിസിയുടെ ടൂൾ ഒന്ന് ബഡ്ജറ്റാണ്, രണ്ടാമത്തെ ടാക്സ് ആണ്. ഇനി പറയുന്നത് ആ നയത്തിലുള്ള വേറൊരു കാര്യം പബ്ലിക് എക്സ്പെൻഡിച്ചറാണ്. പൊതു കടങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ പൊതു ചെലവുകൾ. പൊതു ചെലവ് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ്പെൻസസ് വിച്ച് ദ ഗവൺമെൻറ് ഇൻകേഴ്സ് ഫോർ മെയിൻറ്റനിങ് ഇറ്റ് സെൽഫ്. ആ ഒരു രാജ്യത്ത് ഗവൺമെൻറ്റിൻ്റെതായ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടും മൊത്തത്തിൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാനും അതിന് വളർച്ച പ്രാപിക്കാനൊക്കെ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, കാരണം ഒരു പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം അതിന് വേണ്ടി ഇറക്കിയിട്ടുണ്ടാവണം അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഗവൺമെൻറ് എക്കണോമിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇതിലേക്ക് ചെയ്തിട്ടുണ്ടോ അതെല്ലാം പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. അങ്ങനെ ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഒക്കെ ഇൻക്രീസ് ചെയ്യാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ആളുകളുടെ വർക്കിംഗ് ക്ലാസ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനൊക്കെ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അതുവഴി നമ്മളിങ്ങനെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂട്ടിയാൽ മാത്രമാണ് ഇൻകം ഇൻഇക്വാലിറ്റി ഒക്കെ ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, വളർന്നു വരുന്നവർ വളർന്നുകൊണ്ടേ ഇരിക്കുന്നു, ഒന്നുമില്ലാത്തവൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, ഒരു അസമത്വം ഉണ്ടാവുന്നു. അപ്പോൾ മാക്സിമം ആളുകൾക്ക് ജോലി പ്രൊവൈഡ് ചെയ്യാനും ശമ്പളം കൊടുക്കാനും അത് കഴിഞ്ഞ് അവരുടെ സ്റ്റാൻഡ് ഓഫ് ലിവിങ് കൂട്ടാനും അങ്ങനെ ഈ ഒരു ഉയർച്ച താഴ്ചകൾ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വരുന്നതാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി പബ്ലിക് ഡെപ്റ്റുകളുണ്ട്, പൊതു കടങ്ങളുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ഡിഫിക്കൽട്ട് ഉള്ള സമയത്ത്, കാരണം നമുക്കറിയാലോ പബ്ലിക് റവന്യൂ ഉണ്ടാവണം, പിന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചറും. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിനെയാണ് റവന്യൂ എന്ന് പറയുന്നത്, നമ്മുടെ വരുമാനമാണ്. ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ റവന്യൂ ഏതാ, ടാക്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ടാക്സ് കിട്ടുന്നതും ഗവൺമെൻറ് ചിലവാക്കുന്നതും പബ്ലിക് എക്സ്പെൻഡിച്ചർ ആയിട്ട് വരുന്നതും ഇവ തമ്മിൽ എപ്പോഴും മാച്ച് ചെയ്യണം. കാരണം ഇറ്റ് റിലൈസ് ഓൺ പബ്ലിക് ഡെറ്റ് ഇൻ ദി ഇവൻറ്റ് ഓഫ് സഡൻ ഫോൾ ഇൻ ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ. നമുക്കിപ്പോൾ പൊതു കടങ്ങൾ പൊതു ചെലവുകൾ കൂടി, വരുമാനത്തേക്കാൾ ചിലവ് കൂടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, നമുക്ക് വീണ്ടും അത് കടം വാങ്ങേണ്ട അവസ്ഥയിലേക്ക് പോകും. എപ്പോഴാണ് ഈ ചിലവ് കൂടുന്നത്, ഇപ്പോൾ വിചാരിക്കാതെ പെട്ടെന്ന് യുദ്ധം വരുന്നു ഒരു രാജ്യത്ത്, അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസീസ് അസുഖങ്ങൾ പെട്ടെന്ന് പടർന്നു പിടിക്കും, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, അതിന് വേണ്ടി സർക്കാരിന് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചിലവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഗവൺമെൻറ് കടം വാങ്ങുന്നത്, പൊതു കടങ്ങൾ ഗവൺമെൻറ് ബോറോ ചെയ്യുന്നത്. പബ്ലിക് ഡെറ്റ് ഈസ് എ ഗുഡ് ഫിസിക്കൽ വെപ്പൺ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ ആൻഡ് ഡീഫ്ലേഷൻ. ഗവൺമെൻറ്റിന് പണപ്പെരുപ്പം വരുമ്പോഴും അത് കുറയുമ്പോഴും അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടൂൾ തന്നെയാണ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഡെഫിസിറ്റ് ഫിനാൻസിങ് ഉണ്ട്. ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഡിഫറൻസ്, നമുക്ക് ഇങ്ങോട്ട് വരുന്ന റവന്യൂവിനെക്കാട്ടിലും ചിലപ്പോൾ എന്താവും, ചിലവായിരിക്കും കൂടുതൽ, എക്സ്പെൻഡിച്ചർ ആയിരിക്കും കൂടി നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അത് രണ്ടും കൂടി മാച്ച് ചെയ്യില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് എന്ത് പറയുന്നത്, ഡെഫിസിറ്റ്. എത്രയാണോ തികയാത്തത് അത് നമ്മൾ കടം വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ കടം വാങ്ങും, ഒന്നില്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ബാലൻസ് നമ്മൾ കൊടുത്ത് വെച്ചത് വിഡ്രോ ചെയ്യും, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൽ നിന്ന് കടം വാങ്ങും. അപ്പോൾ ആ തികയാത്തതിനെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഡെഫിസിറ്റ് ഫിനാൻസിങ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ബോറോസ് ഫ്രം ദ സെൻട്രൽ ബാങ്ക് പ്രിൻസ് മണി ആൻഡ് ഗിവ്സ് ദം ടു ദ ഗവൺമെൻറ് എഗെയിൻസ്റ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണമില്ലാതെ തികയാതെ വരുമ്പോൾ ഗവൺമെൻറ് സെൻട്രൽ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങും. കടം വാങ്ങുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പണം അച്ചടിച്ച് കൊടുക്കും സെൻട്രൽ ബാങ്ക്, വെറുതെ കൊടുക്കണമല്ല. എത്രയാണോ ഗവൺമെൻറ് സെക്യൂരിറ്റികൾ നിലവിലുള്ളത് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ഇതിൻ്റെ മണി സർക്കുലേഷൻ വരുന്നത്. അതേപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം വരുന്ന സമയത്തും ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ലെവൽ ഓഫ് ഇൻകം എംപ്ലോയ്മെൻ്റ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും വലിയൊരു ഒബ്ജക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വല്ലാതെ ഡെഫിസിറ്റ് ഫിനാൻസിങ് വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലേഷനിലേക്ക് പോകാനുള്ള സാധ്യത, പണപ്പെരുപ്പത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയും കൂടുതലായിട്ട് വരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് ഫിസ്ക്കൽ പോളിസി എന്നൊന്ന് മനസ്സിലാക്കുക, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ എത്രത്തോളം സ്വാധീനമുണ്ട്, എങ്ങനെയൊക്കെ ഗവൺമെൻറ് വരുമാനം ഉണ്ടാവുന്നത്, അത് അറിയണമെങ്കിൽ നമുക്ക് ബഡ്ജറ്റിലൂടെ അറിയാം, പബ്ലിക്
ടാക്സ് അതിനൊരു മാർഗ്ഗമാണ്. പൊതു കടങ്ങൾ, പബ്ലിക് ഡെപ്റ്റുകൾ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഡെഫിസിറ്റ് ഫിനാൻസിങ്, ഇതൊക്കെയാണ് ഫിസ്ക്കൽ പോളിസിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി രണ്ട് തരം അഭിപ്രായങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഫിസ്ക്കൽ പോളിസീനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുള്ള കാര്യങ്ങളുണ്ട്. അതിലെ ഗുണങ്ങൾ, ഇങ്ങനെ നല്ലൊരു ഫിസ്ക്കൽ പോളിസി വേണം അല്ലെങ്കിൽ ആവശ്യകത എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്തിനുള്ള റിസോഴ്സിനെയൊക്കെ മൊബിലൈസ് ചെയ്യാൻ പറ്റുക, നല്ല രീതിയിൽ തന്നെ സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ പറ്റുക, എല്ലാവരുടെയും ഇൻകവും വെൽത്തും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക, നമ്മുടെ സമ്പദ് വ്യവസ്ഥ സ്റ്റേബിളായിട്ട് പോകാൻ സാധിക്കുക, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂടും, അതേപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റുമായിട്ട് ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അതേപോലെ നമ്മുടെ റിസോഴ്സുകളൊക്കെ ഒപ്റ്റിമം അലോക്കേഷൻ ചെയ്യാനും സാധിക്കും. അതാണ് നല്ലൊരു ധനനയം ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഗുണങ്ങളെന്ന് പറയുന്നത്. എന്നാൽ അതേസമയം ഈ ഒരു ഫിസ്ക്കൽ പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കോൺസ് എന്ന് പറയുക, അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് എന്നൊക്കെ പറയാം. മെറിറ്റും ഡീമെറിറ്റുമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീമെറിറ്റായിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സമയമെടുക്കും നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ടിലേക്ക് വരാൻ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത് ഓരോ ഫിസ്ക്കൽ പോളിസിയും സക്സസ്ഫുൾ ആവുന്നത് ഏതിനെ ആശ്രയിച്ചിരിക്കും? പബ്ലിക് അതോറിറ്റിയുടെ കഴിവിനെ ബേസ് ചെയ്തിരിക്കും. അവർ കറക്റ്റ് സൈസ് ആൻഡ് നേച്ചർ ഓഫ് ഫിസ്ക്കൽ പോളിസി, അവരിറക്കുന്ന ഫിസ്ക്കൽ പോളിസിയുടെ കൃത്യമായിട്ടുള്ള നേച്ചറും സൈസിനും ഒക്കെ അനുസരിച്ചായിരിക്കും അതിൻ്റെ ടൈമിങ്ങും, എവിടെയൊക്കെ അത് അപ്ലൈ ചെയ്യണമെന്നുള്ള ആ ടൈമിങ്ങിനെയും ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഫിസ്ക്കൽ പോളിസിയുടെ സക്സസ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ഡെവലപ്പിംഗ് കൺട്രീസിൽ എങ്ങനെയാണ്? ടാക്സ് ലോസ് ആർ ഹൈലി കോംപ്ലിക്കേറ്റഡ് വിത്ത് വേരിയസ് ടൈപ്സ് ഓഫ് എക്സംഷൻ ആൻഡ് ഡിഡക്ഷൻസ്. പല രാജ്യങ്ങളിലും, പല വികസിത രാജ്യങ്ങളത്തെയും ടാക്സ് ലോ എന്ന് പറയുന്നത് എന്താണ്? വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുമാത്രമല്ല പലതരത്തിലുള്ള ഇളവുകളും കിഴിവുകളും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇഫ് ദ ഫണ്ട്സ് ജനറേറ്റഡ് ത്രൂ ടാക്സസ് ആൻഡ് അതർ സോഴ്സസ് ആർ ഇൻസഫിഷ്യൻറ്റ്. ഇനി നമ്മൾ പറഞ്ഞു ഏറ്റവും നല്ല വരുമാന മാർഗം ടാക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ടാക്സിൽ നിന്നോ മറ്റുള്ള സ്രോതസ്സിൽ നിന്നോ കിട്ടുന്ന വരുമാനം, ഫണ്ടുകൾ നമുക്ക് തികയാതെ വരികയാണെങ്കിൽ അതോറിറ്റീസിന് പിന്നെ ആരെ ആശ്രയിക്കാൻ പറ്റുള്ളൂ? പൊതുവായിട്ടുള്ള കടം വാങ്ങുന്ന ആ പ്രോസസ്സിലേക്ക്, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങേണ്ട അവസ്ഥയിലേക്ക് അവിടെ പോവുക എന്നുള്ളതാണ്. പൊതു കടങ്ങളിലേക്കൊക്കെ അവിടെ പോവുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യങ്ങളിൽ എക്സിക്യൂഷൻ ഓഫ് ഫിസ്ക്കൽ പോളിസി ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. അപ്പോൾ ഡെമോക്രാറ്റിക് കൺട്രീസ് സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള ധനനയം എന്ന് പറയുന്നത് വളരെ സമയമെടുത്ത് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എന്താണ് ഫിസ്ക്കൽ പോളിസി എന്ന് പഠിച്ചോളുക. അതിന് പ്രധാനമായിട്ടും നമുക്ക് അതിനെ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ 5 ഘടകങ്ങളാണ്. ബഡ്ജറ്റ് ഉണ്ട്, ടാക്സ് ഉണ്ട്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഉണ്ട്, പബ്ലിക് ഡെപ്റ്റ് ഉണ്ട്, ഡെറ്റ് ഫിനാൻസിങ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് 3 മാർക്സിനും ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. വാട്ട് ഇസ് ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്നൊക്കെ ചോദിക്കാം. പിന്നെ ഈ ഒരു ഫിസ്ക്കൽ പോളിസീൻ്റെ ഉള്ള പ്രോസും കോൺസും അല്ലെങ്കിൽ മെറിറ്റും ഡീമെറിറ്റും എന്താണെന്നുള്ളത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നത്, അതൊക്കെ ഡെവലപ്പ് ചെയ്യാനും ഗവൺമെൻറ് എങ്ങനെയാണ് അതിനു വേണ്ടി പോളിസികൾ ഫ്രെയിം ചെയ്യുന്നത്, ടാക്സ് റേറ്റുകൾ എങ്ങനെയാണ് അതിനെ സ്വാധീനിക്കുന്നത്, ഇപ്പം നിലവിൽ പൊതുവായിട്ടുള്ള കടങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ആ ഒരു ഡെഫിസിറ്റ് വരുമ്പോൾ അത് മീറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ രൂപമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ധനനയത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ സർക്കാരിൻ്റെ പൊതു എക്സ്പെൻഡിച്ചറുകളും ടാക്സുകളും ഫിനാൻഷ്യൽ ഓപ്പറേഷനും ആണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, താങ്ക് യു.